ഹല്ലേലൂയ. കർത്താവിൻ്റെ സാക്ഷിയെ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയവൻ കൃപയ്ക്കായി സ്തോത്രം. 2025 കാലയളവിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസൻ എനിക്ക് ദൂത് പറഞ്ഞു, വിദേശ രാജ്യങ്ങളിലേക്കൊരു യാത്രയുണ്ട്, ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. അതിൻ്റെ നീക്കുപോക്കെല്ലാം ദൈവം ചെയ്തു തരുമെന്ന് എന്നോട് പറയുകയുണ്ടായി. അതിൽ ചില കടഭാരങ്ങൾ എൻ്റെ ജപ്തിയിൽ നിന്ന് ഒരു ഒഴിവ് ഉണ്ടെന്നും ദൈവദാസൻ പറയാനിടയായി. ഹല്ലേലൂയ. ഡിസംബർ 28 ജപ്തിക്ക് വെച്ച് നോട്ടീസ്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ് ബാങ്കിലെ മാനേജറിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, സാറേ എന്ത് ചെയ്യണം? സാറ് പറഞ്ഞ് മൊത്തം ടോട്ടൽ 6,70,000 രൂപയുണ്ടെന്ന് പറഞ്ഞു. അതടയ്ക്കണം. ഞാൻ പറഞ്ഞ് 1,00,000 ഞാൻ ഒപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല എന്നോട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, കുടിശ്ശിക 3,37,322 രൂപ കുടിശ്ശിക അടയ്ക്കാമെങ്കിൽ ബാക്കി പൈസ തുക 3 വർഷം കൊണ്ട് അടച്ച് ഗഡുക്കളായി തരാമെന്ന് എന്നോട് പറഞ്ഞു. ദൈവദാസൻ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഞാൻ പത്തനംതിട്ടയുള്ള ഒരു കുടുംബം, ഞാൻ അച്ഛനോട് ചോദിച്ചു 1,00,000 തരാം തന്നെ ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. വീണ്ടും ഈ കുടിശ്ശികയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അവർ 2 പ്രദേശത്ത്, ഒന്ന് രഞ്ജൻ ജോർജും ഒന്ന് വിൽസൺ ജോർജും, ഈ 2 സഹോദരങ്ങൾ ചേർന്ന് കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഈ കുടിശ്ശിക 3,37,200 ചെക്ക് എൻ്റെ എഴുതി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്, ചില വ്യക്തികളെ ഒരുക്കുന്ന ദൈവമുണ്ട്. ആമേ, സ്തോത്രം. എൻ്റെ ബാധ, എൻ്റെ കുടിശ്ശിക അവിടെ തീർക്കുവാനിടയായി. നമ്മുടെ ദൈവം വിശ്വസ്തനായ ഒരു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഞാൻ ഒരു ആശാരി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്, ആശാരി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ആമേ, സ്തോത്രം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഞാൻ പറയുന്നു, ആമേൻ, ഈ ദേശത്ത് പട്ടണത്ത് ഹല്ലേലൂയ എന്നെ ഒത്തിരി ആൾക്കാർ അറിയുന്നവരുണ്ട്, മുസ്ലിങ്ങൾ ഉൾപ്പെടെ. അവരുടെ ഇടയിലേക്കൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അങ്ങനെ ഇരിക്കുന്നപ്പോൾ സ്തോത്രം, ഞാൻ ഹല്ലേലൂയ ഇന്ന് യാദൃശ്യമായി ഹല്ലേലൂയ ദൈവദാസൻ എന്നോട് പറഞ്ഞു, വിദേശ രാജ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആമേൻ. ദൈവ മക്കളെ, സ്തോത്രം. ഇന്ന് ഞാൻ ഇവിടുന്ന് 1 മണിക്ക് 1:15 ട്രെയിൻ ഡൽഹിയിലേക്കാണ്. 3 ദിവസം യാത്ര കഴിഞ്ഞ് 4-ാം തീയതി 5-ാം തീയതി ഞാൻ ഓഫീസിൽ ചെല്ലണം അവനോടൊക്കെ. അവിടുന്ന് എനിക്ക് റഷ്യയിലേക്കാണ് വിസ അടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, റഷ്യയിലേക്കാണ് വിസ അടിച്ചിരിക്കുന്നത്. ഈ ആശാരിയെ ശ്രീരാജനെ റഷ്യയിൽ കൊണ്ടുപോകണമെങ്കിൽ ഹല്ലേലൂയ അതിന് ഒരു ഉദ്ദേശമുണ്ട്, ഉദ്ദേശമുണ്ട്. യേശു ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വിസയും ടിക്കറ്റിന് പൈസ കൊടുത്തിട്ടില്ല. ഡൽഹി പോകുന്ന ചെലവേ ഉള്ളൂ. ഇന്നലെ വരെ എനിക്കൊരു അമ്മച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, മനെ നീ പോകുമ്പോൾ എപ്പോൾ വരണമെന്ന് പറഞ്ഞു. അമ്മച്ചി എനിക്ക് ഇന്നലെ പോകാൻ കൈമടക്ക് തന്നു. എന്നെ ആയിരിക്കുന്ന ബാഗ് ഉണ്ടല്ലോ, ട്രോളി ബാഗ്, അത് മേടിക്കാൻ എനിക്ക് പൈസ എനിക്ക് തന്നവരുണ്ട്. നിങ്ങളോട് ഈ സാക്ഷ്യം പറയാൻ ഞാൻ പറഞ്ഞെന്താണ് അറിയോ? നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, നീ ചേർന്ന് നിൽക്കാം. നിന്റെ ഈ ഭാരം നീ അങ്ങോട്ട് കൊടുക്ക, നീ അങ്ങോട്ട് തള്ള്. നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഒരു പ്രവർത്തിക്കുന്ന യേശു കർത്താവ് ഇന്ന് നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. 5-ാം തീയതി സ്തോത്രം 10 AM ഡൽഹിയിൽ നിന്ന് റഷ്യയിലേക്ക് പറക്കുന്നത്. സ്തോത്രം. എനിക്കവിടെ ഒരു കമ്പനി, നല്ല കമ്പനിയാണ്. സ്തോത്രം. തണുപ്പുണ്ടെങ്കിൽ തന്നെ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സൂര്യൻ റഷ്യയിലേക്ക് ഉദിക്കും. ഹല്ലേലൂയ. സ്ഥിതികൾക്ക് ദൈവം മാറ്റം തരും, വിധികൾക്ക് മാറ്റം തരും, സ്ഥിതികൾക്ക് മാറ്റം എന്ന് തമ്പുരാൻ തരും. നമ്മൾ കൽപ്പിക്കണം പ്രിയരെ. കാറ്റിനോടും കടലിനോടും നമ്മൾ ശാസിക്കണം. സ്തോത്രം. പ്രതികൂലത്തെ ശാസിക്കണം. ഹല്ലേലൂയ. വിഷമിച്ചിരിക്കാനല്ല, നീ മുഴങ്കാൽ മടക്കണം. മുഴങ്കാൽ മടക്കുമ്പോൾ നിന്നെ ദൈവം വിടുവിക്കും. നിന്നെ രക്ഷ തുറമുഖത്ത് കർത്താവ് നിന്നെ അടുപ്പിക്കും.
ലക്ഷ്യ തുറമുഖത്ത് അടുപ്പിക്കും. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ഭാരപ്പെടരുത്. ദൈവദാസന് കീഴിൽ ചേർന്ന് നിന്നുകൊണ്ട് ആ പറയുന്നത് ദൂതനെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ മുഴങ്കാലം ഒടിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് സാക്ഷികളെ വിരമിക്കുന്നു. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. അദ്ദേഹം എല്ലാ കരങ്ങളും അദ്ദേഹത്തെ നേരെ നിർത്തിയാട്ടെ. നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് റഷ്യയിലേക്ക് അയക്കുകയാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല, ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. ഒരു മേശ്ശേരി കുടുംബത്തിൽ ജനിക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ ദൈവം ഇത്രത്തോളം അത്ഭുതം ചെയ്തെങ്കിൽ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. നിശ്ചയമായിട്ട് ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ട്. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കുക. ആ രാജ്യത്ത് താൻ കാലുകുത്തുമ്പോൾ കർത്താവേ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആ പട്ടണത്തിൽ വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കുക. ആ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങൾ, നിയമങ്ങൾ തനിക്ക് അനുകൂലമായി മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കുക കർത്താവേ. തനിക്ക് മുമ്പേ ദൂതന്മാർ പുറപ്പെടട്ടെ. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് അയക്കും, അവൻ നിനക്ക് വഴി ഒരുക്കുമെന്ന് ദൈവവചനം പറയുമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് തന്നെ അയക്കുക. ഇന്ന് പകൽ ഞങ്ങൾ സഭയായി തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും താൻ അനുഗ്രഹിക്കപ്പെടട്ടെ. താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കട്ടെ, വീഴ്ചയല്ല വാഴ്ച സംഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുക. കർത്താവെ, അനുഗ്രഹിക്കണം, അത്ഭുതമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.